സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹപ്രവർത്തകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഏതാണ്ട് 4 ദശകത്തിലേറെയായി ലോകമെമ്പാടും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു. നാം ജീവിക്കുന്ന ഭൂമി അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യൻ്റെ മാത്രം അല്ല എന്നും എല്ലാ ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. എന്താണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം അറിയാമോ നിങ്ങൾക്ക്? ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം? പരസ്പരവും ചുറ്റുപാടുകളുമായും പ്രതികരിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും അജൈവ വസ്തുക്കളും അടങ്ങുന്ന പരിസ്ഥിതിപരമായ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലണ്ടനിൽ ജനിച്ച സസ്യശാസ്ത്രജ്ഞനായ ആർതർ ടാൻസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. മണ്ണും ജലവും വായുവും മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും തുടങ്ങി ചെറുതും വലുതുമായ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് പരിസ്ഥിതി. അതിൽ ഏതെങ്കിലും ഒന്നിനുണ്ടാകുന്ന നാശം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കും. അതോടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഈ പ്രപഞ്ച ജീവിത ഘടനയുടെ താളം തെറ്റിക്കുന്നതിൻ്റെ ദുരന്തം നമ്മുടെ കേരളവും പ്രളയമായും ഉരുൾപൊട്ടലായും മണ്ണിടിച്ചിലായും വരൾച്ചയായും ജലക്ഷാമമായും കാട്ടുതീയായും നമ്മൾ അനുഭവിച്ചു വരുന്നു. വികസനം എന്ന പേരിൽ കാട് വെട്ടി ഉയർത്തിക്കെട്ടുന്ന കെട്ടിടങ്ങളും വ്യവസായങ്ങളും ഷോപ്പിംഗ് മോളുകളും എല്ലാം ഇന്ന് നമുക്ക് തന്നെ നാശമായിരിക്കുന്നു. കോവിഡിൻ്റെ കാലത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ നാം എല്ലാം അടച്ചുപൂട്ടി അകത്തിരുന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റം നമ്മൾ കണ്ടില്ലേ? ആകാശം തെളിഞ്ഞു, വൃക്ഷലതാദികൾ സന്തോഷത്തോടെ പടർന്നു പന്തലിച്ചു, പക്ഷികൾ പാറി നടന്നു, മത്സ്യങ്ങൾ സന്തോഷത്തോടെ കുതിച്ചു ചാടി. അങ്ങനെ ഒരുപാടുണ്ട് ടീച്ചർക്ക് പറയാൻ. 1-2 കാര്യങ്ങൾ ടീച്ചർ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ വർഷം നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിൽ ഒരു മരം നടണം, ഒരു വൃക്ഷത്തൈ നടണം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇന്ന് നടുന്ന വൃക്ഷത്തൈ അവൻ വളരുന്നതിനോടൊപ്പം അവൻ്റെ കൂടെ ഈ വൃക്ഷത്തൈയും വളരുന്നു. അങ്ങനെ വളർന്ന് അവനൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവനോടൊപ്പം വളർന്ന വൃക്ഷത്തൈയും വളർന്ന് പന്തലിച്ചിട്ടുണ്ടാകും. അന്ന് അവന് പറയാൻ സാധിക്കും, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നട്ട വൃക്ഷത്തൈയാണ് ഇതെന്ന്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പ്രകൃതിക്ക് ശുദ്ധവായു ലഭിക്കത്തക്ക രീതിയിൽ, നമുക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കത്തക്ക രീതിയിൽ എല്ലാ വീട്ടിലും ഒരു വൃക്ഷത്തൈ നടണം. അങ്ങനെ നമുക്ക് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാവുന്ന ചപ്പ് ചവറുകളും വേസ്റ്റും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. മണ്ണിൽ അലിയുന്ന വസ്തുക്കൾ കമ്പോസ്റ്റായോ അല്ലെങ്കിൽ വളമായോ ഉപയോഗിക്കുക. മണ്ണിൽ അലിയാത്ത വസ്തുക്കൾ സൂക്ഷിച്ച് അത് നിർജീവമാക്കാനായിട്ട് ഏതെങ്കിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റോ തലത്തിൽ ബന്ധപ്പെടുക. വേസ്റ്റ് ഒന്നും നമ്മുടെ കുടിവെള്ള ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വസ്തുക്കൾ, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക. പുനരുപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ പുനരുപയോഗിച്ചും പുനരുപയോഗിക്കാൻ പറ്റാത്തവ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വരും തലമുറയ്ക്കും കൂടി ഉപയോഗിക്കത്തക്ക രീതിയിൽ നാം സംരക്ഷിക്കണം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ഏറ്റവും ഫലവത്തായ രീതിയിൽ നമുക്ക് ആചരിക്കാം. വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ബുദ്ധിപരമായി ഈ വർഷം നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ടീച്ചർ ഒരു കാര്യവും കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ വർഷം പുതുതായി വന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അധ്യാപകരെയോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫിനെയോ ഒന്നും പരിചയമുണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടി
ഇന്ന് ഒരു വീഡിയോ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ എന്റെ എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. പ്രകൃതിയോട് ഇണങ്ങിയും മാതൃഭൂമിയെ സ്നേഹിച്ചും പരിസ്ഥിതിയെ സംരക്ഷിച്ചും നമുക്ക് മുന്നേറാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി, പകരം തരാൻ പൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി, പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി,
ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല